നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുറേ കാലം കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ക്ലോത്ത് ക്യാരി ബാഗ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് കേട്ടോ. പക്ഷേ ഈ ലൊക്കേഷൻ ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ. കുറേ കാലം കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്നു. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, ചോദിച്ച് കയറാമെന്ന് വിചാരിച്ചപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി, ജമ്പ് ചെയ്തൊന്ന് കയറി. അപ്പം ഇതാണ് അവരെ പ്രൊഡക്ഷൻ സെൻറ്റർ. ഇത് പൂട്ടിയിരിക്കുന്നത്, പക്ഷേ ഇവിടെ കയറാൻ പറ്റില്ല. തുറന്നിരുന്നെങ്കിൽ കാണിച്ചു തരുമായിരുന്നു. വാ. ഇവിടെ പണ്ട് ഫുള്ള് കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്നതാണ്. ഇത് ഫുള്ള് കാടാണ്. ഈ കാട് ഏരിയയിൽ ഇപ്പം ഇവിടെ ഫുള്ള് സ്ഥലമൊക്കെ വാങ്ങിച്ച ആൾക്കാർ മൊത്തം വീടൊക്കെ വെച്ച് ഫുള്ള് സെറ്റായിരിക്കും. ഇതൊക്കെ കുറച്ച് കാലം കൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് പൂട്ടിയിട്ടിരുന്ന. എന്തുകൊണ്ട് പൂട്ടിയെന്നൊന്നും അറിഞ്ഞൂടാ. ഇതവരെ ഓഫീസാണെന്ന് തോന്നുന്നു. എന്തിൻ്റെ ഓഫീസാണെന്ന് അറിഞ്ഞൂടാ. ഇത് ഓഫീസാണെന്ന് തോന്നുന്നു. കുറച്ച് കാലമായി പൂട്ടിയിട്ടിട്ട്. പക്ഷെ ഇവിടെ ഇടയ്ക്ക് എന്തോ വർക്ക് നടന്നിരുന്നു, ഇപ്പം വീണ്ടും പൂട്ടി. ഈ ഒരു പ്ലേസിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഇതും തുറക്കലില്ല. ചില ചുരുക്കമാണ് ഇവിടെയും തുറക്കുന്നത്. ഉത്സവ സമയങ്ങളിൽ മാത്രമാണ് ഇവിടെ തുറക്കുന്നത്. ഇപ്പോഴും കണ്ടില്ലേ, ഒരാളും ഇല്ല ഇവിടെ. ആ കൂടി കിടക്കുന്ന 2 പട്ടി മാത്രമേ കിടന്നുള്ളൂ. വേറെ ഒരാൾ പോലും ഇവിടെ ഇല്ല. നമുക്ക് ഇവരെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് ഒന്ന് പോവാം. കുറേ കാലം കൊണ്ട് ഈ സ്ഥലം മൊത്തം അബാൻഡൻ്റായി കാട് പിടിച്ച് കിടക്കുന്നു. എന്തുകൊണ്ട് ഇത് പൂട്ടിയെന്ന് അറിയില്ല. കുറേ കാലമായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു ഫാക്ടറിയാണിത്. പണ്ട് ഇവിടെ ഞങ്ങൾ വണ്ടിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്, വണ്ടിയിൽ വരാൻ പറ്റില്ല, നടന്നു വരാൻ പറ്റും. ഇതുണ്ടല്ലോ, ഇവിടെ ഫുള്ള് ആദ്യം ഇങ്ങനത്തെ മരങ്ങളും കാര്യങ്ങളും പണ്ടില്ലായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷം പൂട്ടിയിട്ടിരുന്നതിന് ശേഷം ഉറക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഫുള്ള് കാട് പിടിച്ച് ഇവിടെ നോക്കാൻ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് കാടും കാര്യങ്ങളായിട്ട് ഇവിടെ കിടക്കുന്നത്. ഈ കാട്ടിനകത്തൊന്നും കയറി വെറുതെ റിസ്ക് എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ മെയിനായിട്ട് അവർ ഓഫീസ്, പിന്നെ ഫ്രണ്ടിലാണ് ഇവരെ മറ്റേ ക്യാരിയിങ് ബാഗ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത്. പിന്നെ ഇവിടെയും അവരെ പ്രൊഡക്ഷൻ്റെ ഈ മെഷീൻസും കാര്യങ്ങളും വച്ചിരുന്ന ഒരു യൂണിറ്റ് ഇവിടെയാണ് ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥ. ഇത് സ്റ്റിങ്ങൊക്കെ കിടക്കുന്നു. അപ്പം എങ്ങനെ ഇറക്കും? ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്ഥലം കയറി നോക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരും വരലില്ല. ഈ പിള്ളേർ ഇടയ്ക്ക് ഇതുപോലെ വന്ന് കറങ്ങി നോക്കിയിട്ട് പോണവരേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മളെ ചാനൽ ഇങ്ങനെ മിസ്റ്ററി വീഡിയോസ് കുറേ ഇടണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു അബാൻഡൻ പ്ലേസ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ, ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തുനിന്ന് തുടങ്ങുകയാണ് ആദ്യത്തെ ചാനൽ. ആദ്യത്തെ വീഡിയോ. അപ്പോൾ മറക്കാണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. കമോൺ. ഇതാ കാണുന്നതാണ് യൂണിറ്റ്. ഇവിടെ ഒരുപാട് മെഷീൻസും കാര്യങ്ങളും ഇപ്പോഴും കിടക്കുന്നുണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇടയ്ക്ക് പണി നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് വീണ്ടും ഒരു 4-5 കൊല്ലത്തിന് മുമ്പാണെന്ന് തോന്നുന്നു പണി നടന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും അവർ ക്ലോസ് ചെയ്ത് ഷട്ട് ചെയ്തതിന്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇതൊരു ഗവൺമെൻറ് സ്ഥാപനം എന്നാണ് തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം. ഗവൺമെൻറ് സ്ഥാപനമാണിത്. ഇപ്പം ഇവിടുത്തെ മെയിൻ കാവൽക്കാർ ഇവരൊക്കെയാണ്. ഡോഗീസ്. പക്ഷെ വേണമെങ്കിൽ ഇവർക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഈ ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇവർ ക്ലോസ് ചെയ്തിരിക്കണമെന്ന് ഒരു പിടിയില്ല, ആർക്കും അറിയില്ല. പിന്നെ ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാമായിരിക്കും എന്തുകൊണ്ടാണെന്ന്. ഞങ്ങൾക്ക് അറിയില്ല എന്താണെന്നും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ടാർപ്പൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഈ ഇടയ്ക്ക് എവിടെ തട്ടിയ മണ്ണല്ലേ ഇത്? കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ? ഓ, ഇപ്പൊ വച്ചിരിക്കുന്നത്
എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് നമ്മുടെ വർക്കേഴ്സിനുള്ള റൂംസ് എന്നാണ് തോന്നുന്നത്. ഉള്ളിൽ കാണാം ഈ ത്രാസും പിന്നെ കട്ടിലൊക്കെ ഉണ്ട്. വർക്കേഴ്സിനുള്ള റൂം എന്നാണ് തോന്നുന്നത്, അറിയില്ല കറക്റ്റായിട്ട്. ഉള്ളിൽ കയറാൻ പറ്റില്ല, ഉള്ളിൽ ലോക്ക് ചെയ്തിരിക്കുന്നു. ഇതുവരെയാണ് ഇവർ അതിർത്തി, ഈ കോമ്പൗണ്ട് ഇത് കെട്ടിയിരിക്കുന്നവർ. ഇതിനപ്പുറത്ത് പിന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ഇപ്പൊ ഇതിനപ്പുറത്തോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് പോകണമെങ്കിൽ ഇന്ന് പുറകെ കറങ്ങി വരണം. ഇതൊക്കെയാണ് ഇവിടുത്തെ മെഷീൻസ്. യൂസ് ചെയ്യാണ്ട് പഴയ മെഷീൻസ് ഇരിക്കുന്നുണ്ട്. എത്രയോ കോടികളൊക്കെ വില വരുന്ന സാധനങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാണ്ട് അഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള്. ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഏത്? ഇവിടെ അതല്ലേ പറഞ്ഞു, ഇവിടെ ഒരുപാട് കാലം മുമ്പ് പണിയൊക്കെ നടന്നിരുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ സപ്ലൈ യൂണിറ്റ് എന്ന് തോന്നണം. കാര്യം ഇവിടെ ഫുള്ള് കൺട്രോളിങ് യൂണിറ്റ് ഫുള്ള് ഇവിടെയാണുള്ളത്. ഈ കംപ്ലീറ്റ് ഫാക്ടറിയും കൺട്രോൾ യൂണിറ്റ് ഇതാണ്. ഇവിടെ പവർ സപ്ലൈ ഇല്ല, ഫുള്ള് കട്ടായി കിടക്കുന്നത്. ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് ഫുള്ള് കട്ടാക്കി ഇട്ടിട്ടുണ്ട്. കാര്യം ഈ ആൾക്കാർ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ കയറി വരുന്നവർ ചിലപ്പം കൈയൊക്കെ വയ്ക്കുന്നതായിരിക്കും കട്ടായിട്ടുള്ളത്. ഇവിടെ നിന്നാണ് പവർ സോഴ്സ് മെയിനായിട്ട് പോകുന്നത്. നമ്മളെ ട്രാൻസ്ഫോമർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കറണ്ട് സപ്ലൈ ചെയ്ത് ഇവിടെ ഫുള്ള് ഇവിടെ നിന്നാണ് ഫുള്ള് ഇതിൻ്റെ ഇലക്ട്രിക് സപ്ലൈ മൊത്തം ഇവിടെ നിന്നാണ്. ഇറങ്ങുക. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ യൂണിറ്റ് കേട്ടോ. ഇളക്കളിയിൽ ഇതാണ് ഇവിടുത്തെ യൂണിറ്റ് കേട്ടോ. എത്ര രൂപയുടെ മെഷീൻസാണ് ഇവിടെ കിടക്കണമെന്ന് നോക്കിയാൽ. പണിയൊന്നും ഇല്ലാണ്ട് ഫുൾ മെഷീൻസും വെറുതെ ഇവിടെ പൊടിയും അടിച്ചിങ്ങനെ വെറുതെ കിടക്കുന്ന മെഷീൻസും കാര്യങ്ങളൊക്കെ. അറ്റ്ലീസ്റ്റ് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വിട്ടിരുന്നെങ്കിലും ഇവിടെ കുറെ പൈസ ഇവരുണ്ടാക്കായിരുന്നു. അല്ല, ഇത് ഫുള്ള് ഏതോ മരന്തോട്ടങ്ങളൊക്കെയാണ്. ഞാൻ മരമൊന്നും അറിഞ്ഞൂടാ. തോകയത് റബ്ബർ വരും. അത് റബ്ബറല്ലടാ, റബ്ബർ കൃഷി തന്നെ. ഇത് ഫുള്ള് റബ്ബർ തോട്ടം കേട്ടാ, കംപ്ലീറ്റ് റബ്ബറാണ്. ബാ, പക്ഷെ ഇവിടെ ഇത് കണ്ടല്ലോ എഴുതിയിരിക്കുന്നത്, നെയ്യാറ്റിൻകര താലൂക്ക് ഉദ്ഘാടനം. ഇത് ഏതാ വർഷം തുടങ്ങിയെന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല. പന്ന്യൻ രവീന്ദ്രൻ 2009 സമയങ്ങളിലാണ് ഇതിവിടെ വച്ചെന്ന് തോന്നുന്നത്. കാര്യം ആ ടൈമിലാണ്, ആ കാലഘട്ടത്തിലാണ്. ഇത് 2007 ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നെ അതിനുശേഷം എന്തുകൊണ്ട് ഇവരിങ്ങനെ ക്ലോസ് ചെയ്യുന്നൊന്നും ഒരു പിടിയില്ല. ഒരു കംപ്ലീറ്റ് ഫാക്ടറി ഇതുപോലെ ഷട്ട് ഡൗൺ ചെയ്ത് ഇടുന്ന സമയത്ത് ഇതിനെ ഒന്നുകൂടി ഇവർ റിനോവേറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ എത്ര പേര് ഇവിടെ തൊഴിൽ അവസരങ്ങൾ കിട്ടുമായിരുന്നു. ഒരുപാട് പേര് ജോലിയായിരുന്നു. ഇത് കുറേ കാലം കൊണ്ട് കണ്ടില്ലേ, ഫുൾ ഇതും പൊട്ടിച്ചിട്ടിരിക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ വർക്കായിരിക്കും ഇത്. ഫുള്ള് ക്ലീൻ ചെയ്തതിൻ്റെ വർക്കെല്ലാം നടന്നതാണ് ഇവിടെ. ഇത് ഇവിടെ ടാർപ്പേ കടിച്ചിരിക്കുന്നുണ്ടല്ല.
ഇവിടെ നിന്ന് വർക്കേഴ്സ് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കുക്കിംഗ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കും, കുക്കിംഗ് ഒക്കെ ചെയ്ത് ഫുഡ് കഴിച്ചിരിക്കുന്നു. ഇവിടെ ഈ ഇടയ്ക്ക് തന്നെ ചെയ്തിരിക്കുന്നു ഇതിനകത്ത് കയറിയിട്ട്. ഇനിയിപ്പോൾ വർക്കേഴ്സാണ് ഇവിടെ വന്ന് കഴിച്ചാൽ ഇല്ല ചെക്കന്മാർ ഇവിടെ വന്നല്ല ഗ്രില്ലടിച്ച് തിന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. കാര്യം പുറത്ത് സ്റ്റിങ്ങിൻ്റെ ബോട്ടിൽ കിടക്കുന്ന, സ്റ്റിങ്ങൊന്നും പഴയ കമ്പനി അല്ലല്ലോ ഇവിടെ ഇപ്പല്ല അന്ന്. ഇതൊരു empty ഹാളാണ് കേട്ടോ. ഇതിൻ്റെ പുറം സൈഡ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടെ. ഫുള്ള് ഇവിടെ പൊടിയടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതാ കല്ലും മുരടുമായ വഴികളിൽ കൂടെ നിങ്ങൾക്കായി ദേ സഞ്ചരിക്കുന്നു ഞങ്ങൾ. ഇതാണ് ഫാക്ടറിയുടെ ഒരറ്റം. പക്ഷെ ഇതുവഴി കറങ്ങി അങ്ങോട്ട് ബാക്കിൽ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഇവിടെ മരങ്ങളും കാര്യങ്ങളും കംപ്ലീറ്റ് വളർന്നു കിടക്കുന്നതുകൊണ്ട് നമുക്കിതിന്റെ പുറകിൽ പോകാൻ പറ്റില്ല. ആദ്യം വഴി ഉണ്ടായിരുന്നു ഇവിടെ. ആദ്യം ഇതുവഴി നമുക്ക് ഇങ്ങനെ കയറിയിട്ട് ഉള്ളിൽ അങ്ങ് അറ്റ വരെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ വീണ്ടും ഒരുപാട് കാടൊക്കെ വന്ന് വർക്കേഴ്സ് ഇവിടെ വന്നത് എനിക്ക് തോന്നുന്നു ഈ മരങ്ങളൊക്കെ ഫുള്ള് വെട്ടിത്തെളിക്കാനെന്ന് തോന്നുന്നു. ചെടി ഫുള്ള് വേസ്റ്റ് കംപ്ലീറ്റ് എടുത്ത് ഇവിടെ ആക്കിയിരുന്നു. ഇവിടെ ഫുള്ള് ക്ലീൻ ആയിട്ട് അങ്ങ് അറ്റ വരെ പോകാനൊക്കെ പറ്റിയിരുന്നു. ഇത് കണ്ടില്ല, ഇവിടെയൊക്കെ ഫുള്ള് empty സ്പേസ് ആയിരുന്നതാണ്. ഇപ്പം ഞങ്ങളിവിടെ ആദ്യം ഒരിക്കൽ വണ്ടിയിൽ വന്നെന്ന് പറഞ്ഞില്ല, അത് വന്നിട്ട് തന്നെ ഇവിടെ എങ്ങനെ നോക്കിയാലും ഒരു 4-5 കൊല്ലമായിട്ടുണ്ടാവും. ഈ 4-5 കൊല്ലത്തിനിടയിലാണ് ഈ കോലത്തിലായത് മൊത്തം. ഉള്ളിൽ ഇതുപോലെ ചെറിയ കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് ഇതും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. യൂസായ സാധനങ്ങളായിരിക്കും. അപ്പൊ ഇതാണ് ഗായ്സ് നമ്മൾ പറഞ്ഞ ഈ ഒരു അബാൻഡന്റ് ആയ പ്ലേസ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത്ര അബാൻഡന്റ് ആയി ഇങ്ങനെ കിടക്കുന്ന, എന്തുകൊണ്ട് അബാൻഡന്റ് ആയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ സെക്യൂരിറ്റീനോ എല്ലാവരും ചോദിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ സ്ഥലമേ ദയവേത് ആരും കയറി വരരുത്. ഞാൻ മാക്സിമം ഈ വീഡിയോ ഇതിനകത്തുനിന്ന് തന്നെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങാനുള്ള മെയിൻ കാരണം ആരും ഇങ്ങോട്ട് കയറി വഴി ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തുടങ്ങിയത്. അതുകൊണ്ട് ദയവേത് അറിയാന്നുള്ളവരായാൽ പോലും കയറി വരാൻ പാടില്ല ഇതിനകത്ത്. ഇത് റെസ്ട്രിക്റ്റഡ് പ്രോപ്പർട്ടി ആണെന്ന് അറിയില്ല. കാരണം റെസ്ട്രിക്റ്റഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ പുറത്ത് ബോർഡൊക്കെ വരുന്നത്. അതില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ തന്നെ ഇവിടെ കയറിയത്. നല്ലൊരു സ്ഥലമാണ്. എത്ര ഏക്കർ സ്ഥലത്ത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഇതുപോലെ തുടങ്ങിയിട്ട് വെറുതെ അടച്ചിട്ടിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതകൾ ഇല്ലാണ്ടാവുന്നു. ഒരുപാട് പേര് വീട്ടമ്മമാരും ജോലിയില്ലാണ്ട് കിടക്കുന്നതിന് എത്രയോ പേര് ഇങ്ങനെ നിൽക്കുമ്പം ഇതുപോലത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുമ്പം അത് അവർക്കൊരു ലോസാണ്. നമ്മളിതൊക്കെ ഒന്ന് തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു നടപടി പ്രവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ലൊരു തൊഴിൽ സാധ്യത കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. അത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇത് തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ തന്നെ ചിലപ്പോൾ അത് ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് വീഡിയോസ് കാണുക, ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് താഴോട്ട് പോവാം. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, അതാണ് മെയിൻ സംഭവം. ഒരു രക്ഷയില്ലാത്ത കാറ്റ് ഇവിടെ. ഇതുപോലെ നിങ്ങളുടെ നാടുകളിലും ഇതുപോലത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയോ ഞങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരിലോട്ട് ഞങ്ങൾക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ചാടിയിട്ടില്ല, പെർമിഷൻ എടുത്തിട്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്യാൻ നോക്കാം. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ചാനൽ മുന്നിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അത് ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഞങ്ങളുടെ ചാനലിൽ ആദ്യത്തെ വ്ളോഗ്. ഇതുപോലത്തെ ഒരു അബാൻഡൻ പ്ലേസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് മാക്സിമം ആവശ്യമുണ്ട്. പോ നമുക്കിനി തിരിച്ചിറങ്ങാം. ഇനി ഇത്രേ ഉള്ളൂ കാര്യം. തുറന്ന് ഞങ്ങൾ വിചാരിച്ച് ഇത് ഓപ്പൺ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. നോക്കുമ്പോൾ എല്ലാം ക്ലോസ് ആണ്. സത്യം പറഞ്ഞാൽ
ക്ലോസ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നിലും ഈ മെഷീൻസ് ആരെങ്കിലും കട്ടോണ്ട് പോകും. അത് നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ പട്ടി ഇതുപോലത്തെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് കയറിയിട്ടും മെഷീൻസ് എല്ലാം ഇല്ലാതാക്കാൻ ചാൻസ് ഉണ്ട്. മെഷീൻസ് അല്ല, ആ ആള് തന്നെ മൊത്തവും അലമ്പാക്കിയിട്ട് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമല്ലേ. നമുക്ക് തിരിച്ചു പോവാം. ഈ കാട്ടിനകത്തൊക്കെ ഒന്നും ഇറങ്ങുന്നില്ല, വെറുതെ റിസ്ക് എടുക്കുന്ന എന്തിന്. ഒന്നാമത് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഫാക്ടറി, വല്ല പാമ്പല്ലേയും സീനാവ് വേണമെന്നുണ്ടെങ്കിൽ വണ്ടാർക്കാണ്. ക്ഷേത്രത്തിനെ കുറിച്ച് ചെറുതായിട്ട് പറയാനായിട്ട് എനിക്ക് ക്ഷേത്രത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇവിടുത്തെ ഒരു പ്രത്യേകതയൊക്കെ ഇതാണ്. നാട്ടിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആർക്കും അറിയില്ല എന്താണ് എവിടെയാണുള്ളത്. എല്ലാവർക്കും കയറണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ ആരും കയറില്ല. പിന്നെ ഈ അമ്പലം, ഈ കാവിനകത്ത് ഞങ്ങൾ കയറുന്നില്ല. കാരണം അതവിടെ കയറാനായിട്ട് മൊത്തത്തിൽ അനുവാദമില്ല. ഈ ഈ ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണോ ഇത് പണിതത്, അല്ല ഇത് സെപ്പറേറ്റ് ആയിട്ട് പുറത്ത് ഇവിടെ ഉള്ളവർക്കാണോ പണിതെന്ന് എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. മൊത്തത്തിൽ പറയുമ്പോൾ ഒന്നും അറിയില്ല. ഇങ്ങനെ ഒരു സംഭവം നാട്ടിലുള്ള കാര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഫാക്ടറിക്കകത്ത് കയറിയത്. ഇതാണ് അമ്പലം. വാ. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്ര നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ നിന്ന്. ഏതായാലും ഇവിടെ നിന്നല്ല, ഗേറ്റിന്റെ അവിടെ ചെന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതുവഴി ചെന്നിട്ട് കാണിക്കായിരുന്നു. അവിടെ ഫുള്ള് കാടാണ്. കാട്ടിനകത്ത് എന്തൊക്കെ കിടക്കുന്നൊന്നും അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറമേ നിന്ന് കാണിക്കുന്നത്. അവിടെ പേരെഴുതിയിട്ടുണ്ട്, ആന്റി നർക്കോട്ടിക് കൗൺസിൽ ഓഫ് ഇന്ത്യ ടെക്സ്റ്റൈൽസ്. ഇവിടെ തൊഴിലുറപ്പൊക്കെ നടന്നിരിക്കുന്നത് കേട്ടാ. തൊഴിലുറപ്പ് നിൽക്കുന്ന കല്ലാണിത്. കയറി ഇതുവരെ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും കൂടുതൽ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്താലേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക.